അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഫിസിക്സിലെ 4ാമത്തെ പാഠമായ ലാസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളതാണ് ന്യൂട്ടൺസ് ലാസ് ഓഫ് മോഷൻ. സോ അതിൽ നമുക്ക് 3 ലാസ് പഠിക്കാനുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലാ, സെക്കൻഡ് ലാ, തേർഡ് ലാ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലാ എന്ന് നോക്കാം. ഫസ്റ്റ് ലായുടെ പേരാണ് ലാ ഓഫ് ഇനേർഷ്യ. നമുക്ക് എന്താണ് ലാ ഓഫ് ഇനേർഷ്യ എന്ന് നോക്കാം. Every body continues to its state of rest or uniform motion in a straight line unless it compelled by an external unbalanced force to change the state. So എല്ലാ ബോഡിയും ഒരു സ്റ്റേറ്റ് റെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കും ഒരു എക്സ്റ്റേണൽ അൺബാലൻസ് കൊടുക്കുന്നത് വരെ. അതാണ് നമ്മുടെ ലാ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലാ പറയുന്നത് എവരി ബോഡി കണ്ടിന്യൂസ് ടു ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് ലാ നോക്കാം. The rate of change of momentum is directly proportional to the external unbalanced force and it takes place in the direction of the force. നമ്മുടെ momentum directly proportional to നമ്മുടെ ഫോഴ്സിനെ directly proportional എന്നാണ് നമ്മുടെ സെക്കൻഡ് ലാ പറയുന്നത്. ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് directly proportional ആണ് നമ്മുടെ ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതാണ് നമ്മുടെ സെക്കൻഡ് ലാ പറയുന്നത്. The rate of change of momentum is directly proportional to the external unbalanced force takes place in the direction of the force. നമുക്ക് തേർഡ് ലാ എന്ന് നോക്കാം. In every action there is an equal and opposite reaction. In every action there is an equal and opposite reaction. എല്ലാ ആക്ഷനും ഈക്വൽ ആയിട്ടും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അതാണ് ആ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് റിയാക്ഷൻ. അതേപോലെ തന്നെ എല്ലാ ആക്ഷനും ഒരു ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എന്താണ് തേർഡ്? ഇൻ എവറി ആക്ഷൻ there is an equal and opposite reaction. അപ്പൊ നമ്മൾ 3 ലാ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ന്യൂട്ടന്റെ ലാസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. 3 ലാ ആണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലാ, ലാ ഓഫ് ഇനേർഷ്യ, സെക്കൻഡ് ലാ, തേർഡ് ലാ. ഫസ്റ്റ് ലാ എവരി ബോഡി കണ്ടിന്യൂസ് ടു ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless it compelled by an external unbalanced force to change the state. Second law, the rate of change of momentum is directly proportional to the external unbalanced force takes place in the direction of the force. Third law, in every action there is an equal and opposite reaction. നമ്മൾ ഇന്നലെ ലാസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിലെ 11th ക്ലാസ്സിലെ ഫിസിക്സിലെ ചാപ്റ്റർ 4 ലാസ് ഓഫ് മോഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു ഫസ്റ്റ് പാർട്ട്. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് എന്താ നോക്കാം. ന്യൂട്ടൺസ് ലാസ് ഓഫ് മോഷൻ ആണ് പഠിച്ചത്. അത് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ലാ ഓഫ് ഇനേർഷ്യ പഠിച്ചു, സെക്കൻഡ് ലാ പഠിച്ചു, തേർഡ് ലാ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലാ ഓഫ് ഇനേർഷ്യ എന്നാണ്. ലാ ഓഫ് ഇനേർഷ്യ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി which it tends to resist its state of rest or uniform motion in a straight line. If the mass of the body increases, inertia also increases. അപ്പോൾ എന്താണ് ലാസ് ഓഫ് ഇനേർഷ്യ എന്ന് നോക്കാം. ഇതൊരു ബോഡിയുടെ പ്രോപ്പർട്ടി ആണ്. അതായത് ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഞാൻ ഒരു യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ അതാണ് ലാ ഓഫ് ഇനേർഷ്യ. If the mass of the body increases, inertia also increases. അപ്പോൾ മാസ് കൂടുമ്പോൾ നമ്മുടെ ഈ ഒരു ഇനേർഷ്യയും കൂടും. ഇപ്പോൾ എന്റെ ക്യാമറ അവിടെ റെസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എന്റെ ഈ ഒരു ക്യാമറയാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്റെ ക്യാമറ അവിടെ ട്രൈപോഡ് റെസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി which it tends to resist its state of rest or uniform motion in straight line. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ വന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ മാറും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ലാ ഓഫ് ഇനേർഷ്യ പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി which it tends to resist its uniform motion in a straight line. അടുത്തത് if the mass of the body increases, inertia also increases. മാസ് നമ്മുടെ ബോഡിക്ക് കൂടിക്കഴിഞ്ഞാൽ ഇനേർഷ്യയും കൂടുന്നതായിരിക്കും. അടുത്ത നമുക്ക് എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി which it tends to resist its stages in a uniform motion in a straight line. ലാ ഓഫ് ഇനേർഷ്യ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ നമ്മൾ പറയുന്നത്. It is the property of a body by which it tends to resist its uniform motion in a straight line. Example, passengers move backwards when a bus moves forward suddenly. അപ്പോൾ ഞാൻ നമ്മുടെ KSRTC ബസ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകത്തില്ല. സോ ഇതിന്റെ ബസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പോൾ അതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ബസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോയി. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അവിടെ റെസ്റ്റ് നിൽക്കുകയാണ്. ബസ് എടുത്തു കഴിയുമ്പോൾ ആ റെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ബസ് ഫ്രണ്ടിലോട്ട് പോവുകയും ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ്
നമ്മുടെ ഈ ഒരു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എക്സാമ്പിൾ passengers move backwards when a bus moves forward suddenly. നമുക്ക് എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് നോക്കാം. It is a property of a body which it tends to resist its changes in its uniform motion in a straight line. If a bus suddenly stops, the passengers forced in forward direction. അപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ ബസ്സിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ. അപ്പോൾ ഞാനിവിടെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ് നല്ല സ്പീഡിൽ പോകുന്നു, സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ അതാണ് ഈ ഒരു ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. It is a property of a body which it tends to resist changes in its uniform motion in a straight line. For example, if a bus suddenly stops, the passengers falls in forward direction. ഇനി അടുത്ത എന്താണ് നമുക്ക് inertia of direction എന്ന് നോക്കാം. It is a property of a body by which it tends to resist its changes in its direction. When a bus covers a curved area, passengers also move in the particular. അപ്പോൾ നമ്മളെല്ലാം കൂടെ മൂന്നാർ ടൂർ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇരിക്കുകയാണ്. ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ മൂന്നാർ നിങ്ങൾക്കറിയാം ഇങ്ങനെ വളഞ്ഞ വഴിയാണ്. അപ്പോൾ ആ ഒരു കർവ്ഡ് ഏരിയ വഴി നമ്മൾ പോകുമ്പോൾ നമ്മളും ആ ഒരു കർവ്ഡ് ഏരിയയിൽ നമ്മുടെ ബോഡി ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും കർവ്ഡ് ഏരിയ വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ നിങ്ങൾക്ക് ആ ഒരു സിനാരിയോ വിചാരിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ബസ്സിൽ പോകുന്നു, നല്ലൊരു വളവ് വരുമ്പോൾ നമ്മൾ സീറ്റിൽ ഇരുന്നാലും ശരി നിന്നാലും ശരി നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു വളവിനനുസരിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ അതാണ് ഈ ഒരു ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി by which it tends to resist changes in its direction. When the bus covers a curved area, passengers also go in that particular side. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ഇനേർഷ്യ ഒന്നുകൂടി നോക്കാം. Inertia of rest. It is a property of a body by which it tends to resist its changes in its uniform motion in a straight line. Example, passengers move backward when a bus moves forward suddenly. Inertia of motion. It is a property of a body which it tends to resist its changes in its uniform motion in a straight line. If a bus suddenly stops, the passengers pass in forward direction. Inertia of direction. It is a property of a body by which it tends to resist its changes in its direction. When the bus covers a curved area, passengers also move in the particular side. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നതാണ് ലീനിയർ മൊമെന്റം, മാസ്, വെയിറ്റ്. അപ്പോൾ ഈ ഒരു മൂന്ന് ടോപ്പിക്കാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാനായിട്ട് പോകുന്നത്.